ഞാൻ എന്നുള്ളത് മണയങ്കോട് എന്ന സ്ഥലത്താണ്. മണയങ്കോട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിനുള്ളിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കണ്ടംപററി ആയിട്ടുള്ള വീടുകൾ. അതായത് സ്ലോപ്പ് ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് വാർക്കുക. പക്ഷെ അത് വാർക്കുമ്പോൾ ഒരു ഇഷ്യൂസ് ആണ് കേരള കാലാവസ്ഥയിൽ 6 മന്ത്, ഇപ്പോൾ 6 മന്ത് കൂടുതൽ മഴയാണ്. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീക്ക് ഇഷ്യൂസ് ആണ് മെയിനായിട്ട്. ഇപ്പോൾ എത്ര വാട്ടർ പ്രൂഫ് ചെയ്താലും 10 ഇയേഴ്സ് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, വാട്ടർ ലീക്കേജസ് വരും. ഇത് അങ്ങനത്തെ ഒരു സൈറ്റാണ്, വാട്ടർ ലീക്കേജസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ആ ലീക്ക് വന്നിട്ടാണ് ആ കെട്ടുകളൊക്കെ ക്രാക്ക് വന്നു, ലീക്ക് വന്നിട്ട് കസ്റ്റമർ ആകെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴാണ് നമ്മളായിട്ട് എൻജി എന്തിനായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോൺ കോട്ടഡ് ആണ്. മെയിനായിട്ട് ഉള്ളിൽ ചൂട് കുറവാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട് വളരെ കുറവാണ്. അതുപോലെ തന്നെ കാണാനുള്ള ഭംഗി ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ തന്നെ വളരെ വെയിറ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂഫിംഗ് മെറ്റീരിയൽസ് ആണ് ഈ സ്റ്റോൺ കോട്ടഡ് മെറ്റൽ റൂഫ് എന്നുള്ളത്. ഇത് ആസ് 200 വരുന്ന മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ ഇതുപോലെ തന്നെ ഒരുപാട് സപ്ലൈസ് ഇവർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയിട്ടുള്ളതും ഈ ആസ് 200 ഉള്ളതും ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രാൻഡായിരുന്നുള്ള എൻജി എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാനുണ്ടായത്. ഇപ്പോൾ ഇവിടെ നോക്കി തന്നെ കാണാം, ഇതിനൊരു ഭംഗി, അടിഭാഗത്ത് ഭംഗി ഉണ്ടല്ലോ, നല്ല വൈറ്റ് കോട്ടിങ്ങാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം കേട്ടോ, ഇത് കുഴിയടി. എൻജി ഇന്ത്യയിലെ ഒരു പുതിയൊരു സീരീസ് പെട്ടാണ് ഈ കുഴിയടി വരുന്നത്. 4 ലോക്കാണ് വരുന്നത്. എങ്ങനെ വന്നാലും വെള്ളം, എത്ര ശക്തമായി വെള്ളം വന്നാലും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് തുള്ളി വെള്ളം വരില്ല. ഇതൊരു സ്പെഷ്യൽ സ്ക്രൂ കേട്ടോ, എൻജി ഇന്ത്യക്ക് മാത്രമുള്ള സ്ക്രൂ ആണ്. ഡക്രോമാറ്റ് ട്രീറ്റഡ് സ്ക്രൂ ആണ്. അത് നമ്മൾ ആ സ്റ്റോൺ കോട്ടിൻ്റെ സെയിം കളേഴ്സ് സ്ക്രൂ കമ്പനി അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെയൊക്കെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ സ്ക്രൂ വാങ്ങിക്കുക, പെയിൻറ്റ് അടിക്കുക എന്നുള്ളത്. അതൊന്നും എന്താ വെച്ചാൽ പെയിൻറ്റ് ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ സ്പെഷ്യൽ സ്ക്രൂ കേട്ടോ, ഡക്രോമാറ്റ് ട്രീറ്റഡ് സ്ക്രൂ ആണ്. എല്ലാ കളറും അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ കുറച്ച് പൊക്കി ചെയ്യുകയാണെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വീടിനുള്ളിൽ ചൂട് കുറയ്ക്കാനും, അതുപോലെ തന്നെ ഈ സ്പേസ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പം അവരിങ്ങനെ ചെയ്യുന്നത് 4 ഇഞ്ച് സ്ക്വയറുള്ള പൈപ്പ് മൊത്തം സറൗണ്ടിങ് കൊടുത്തതിന് ശേഷം ഒന്ന് ഉയർത്തി, ഏകദേശം ഒരു 5 അടി ഉയർത്തിയിട്ടുണ്ട്. ലൈനും 5 അടി ഉയർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേറെ സംഭവം, നമ്മളെ എൻജയുടെ പാത്തി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, മൺസൂൺ പാത്തികൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബോർഡർ അതുപോലെ തന്നെ ഈ പാത്തി വരുന്നതോട് കൂടി തന്നെ ഈ ഒരു റൂഫിൽ എൻ്റെ ഒരു ബോർഡർ കൊടുത്ത മാതിരിയായി. ഇതുപോലെ കണ്ടംപററി സ്റ്റൈലിൽ വീട് ചെയ്തിട്ടുള്ള ലീക്ക് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുതിയ വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻജി എന്തുമായി ബന്ധപ്പെട്ടാൽ മതി. നമ്മുടെ ടീം എപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് റൂഫിംഗ് സൊല്യൂഷനുമായിട്ട്.